നിർത്ത്. ഒരു വിധവയെ കൊണ്ട് ഈ മംഗളകർമ്മം ചെയ്യിക്കുന്നത് ശരിയാണോ തിരുമേനി? മോളെ. അമ്മേ, തിരുമേനി, എന്റെ കുഞ്ഞിന്റെ കാതിൽ ദേവനാമം വിളിക്കുന്നെങ്കിൽ അത് വസുമതി അമ്മ തന്നെ ആയിരിക്കും. അമ്മേ, വൈധവി ഒരു ശാപമാണോ അമ്മേ? അമ്മ തന്നെ പറ. പ്രീതി പറഞ്ഞത് തന്നെ ശരി. തിരുമേനി എന്ത് പറയുന്നു? കുട്ടി പറഞ്ഞത് ശരിയാ. ശാസ്ത്രങ്ങളിലൊന്നും വൈദവ്യം ഒരു ദോഷമായി പറയുന്നില്ല. അതെ. പഞ്ചരത്നങ്ങളായ വനിതകളിലുമുണ്ടല്ലോ വിധവകൾ. ഈ കീഴ്വഴക്കങ്ങളൊക്കെ മനുഷ്യരുണ്ടാക്കുന്നതല്ലേ? അപ്പോ അങ്ങനെ തന്നെ നടക്കട്ടെ. വിളിച്ചോ വസുമതി? ഇനി കുഞ്ഞിനിടാനുള്ള പേര് അച്ഛൻ കാതിൽ വിളിക്കട്ടെ. ശ്രീ പാർവതി, ശ്രീ പാർവതി, ശ്രീ പാർവതി. അർജുനേട്ടൻ പറഞ്ഞിരുന്നു, പിറക്കുന്നത് പെൺകുഞ്ഞാണെങ്കിൽ സത്യമ്മയുടെ അമ്മയുടെ പേര് തന്നെ ഇടണോന്ന്. ശ്രീ പാർവതി, ശ്രീ പാർവതി, ശ്രീ പാർവതി. അയ്യോ, ഭാമേ, നീ മോളെയും കൊണ്ടുവാ. ഇങ്ങത്തെ പിള്ളേ. ഓ
ശ്രീ പാർവതി. അവള് നല്ല ഹാപ്പിയാണല്ലോ. എന്തിനാ അപ്പൂപ്പന്റെ വക മതി 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 ചക്കരമാവല്ലേ മിഞ്ചുളൂ. വിഷ്ണുട്ടാ അതിനെടുത്തേ പെട്ടെന്ന്. അത് ഓ ഇങ്ങോട്ടാ. ഓ ഓ ഓ ഓ എവിടെ 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 എവിടെ? ആ അവിടെ കയ്യിന്ന് കാണിച്ചേ. ആ ആ അവിടെ അടുത്ത കൈ എവിടെ? ആ ദാ 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 ഇവിടെ 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 ഇവിടെ. ഓ ആ എവിടെ 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 എവിടെ? ഇനി അടുത്തത് അമ്മാവന്റെ വക. ദേ 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 അമ്മാവന്റെ മോൾക്ക് ദേ കുഞ്ഞി തളയിടാണ്. ഇഷ്ടമായോടി? ഇത് കണ്ടിട്ടെങ്കിലും ഭാമാന്റിക്ക് തോന്നട്ടെ എനിക്ക് ദാരിദ്ര്യമാണെന്ന്. എന്റെ കയ്യിൽ ഇതേ ഉള്ള ആന്റി. സമ്മാനത്തിന്റെ വലിപ്പത്തിലും വിലയിലും ഒന്നും അല്ല സുസ്മിത കാര്യം, അത് നൽകാനുള്ള മനസ്സിലാ. ഓ അതും ചീറ്റി. എനിക്കാകെ കഷ്ടകാലമാണല്ലോ. എന്താ എന്താ വിഷ്ണുട്ടാ? വരാൻ അവരങ്ങോട്ട് പോയതാ. ഭാമേ നീ എന്റെ പൊന്നെന്ന് കാണിച്ചേ. ഇങ്ങോട്ട് നോക്കിയേ മാവേ. എന്തുടൂ എന്തുടൂ മുത്തശ്ശൻ. എന്താ കാര്യം തന്നെ മനസ്സിലായില്ലേ? കാര്യം പറ വിഷ്ണുട്ടാ, എനിക്ക് അവിടെ 100 കൂട്ടം പണിയുള്ളതാ. അതെ ആ 100 കൂട്ടം അവിടെ നിൽക്കട്ടെ. ഇപ്പൊ ഈ ഒരൊറ്റ കാര്യം നോക്കിയാ മതി. ഞാൻ പോവാണേ. പോണേ വിഷ്ണുട്ടൻ ഇതെന്താ? എനിക്കൊക്കെ പ്രാന്തായിട്ട് നിക്ക. ചെവില് 2 ചെമ്പരത്തി പോയിച്ചിട്ടില്ല എന്നുള്ളൂ. അതെ അതെന്താ വെക്കാത്തെ? ആ ഇക്കണക്കിന് പോയാ എന്നെ കൊണ്ട് വെപ്പിക്കും. നമുക്ക് കാര്യം പറ. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ ഇയാൾക്ക്? മാവയുടെ നൂല് കെട്ട്. അതോ ഓക്കെ. അതുപോലെ നമ്മുടെ കുഞ്ഞിന് നൂല് കെട്ടേണ്ടെന്നാണ് ഞാൻ ചോദിക്കുന്നേ. വേണ്ടേ? അത് വേണം. എടോ ഇയാളല്ലേ പറഞ്ഞ പ്രീതിയുടെ കുഞ്ഞിന്റെ മുഹൂർത്തത്തിന്റെ ജോത്സ്യം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശാന്തി മുഹൂർത്തത്തിന്റെ ആരും ചോദിക്കായിരുന്നു. വിഷ്ണുട്ടാ ഓണത്തിനിടയിലാണ് പുട്ട് കച്ചവടം. എടോ എനിക്ക് കച്ചവടം ചെയ്യ ഈ പുട്ട് മാത്രമേ ഉള്ളൂ, പിന്നെ ഞാൻ എന്താ ചെയ്യാ? വിഷ്ണുട്ടാ നോക്ക്, ഇതിനിടയിൽ എങ്ങനെയാ നമ്മൾ നമ്മുടെ കാര്യം പറയുന്നേ? അതെ പിന്നെ നമ്മളല്ല നമ്മുടെ കാര്യം പിന്നെ വേറെ ആരാ പറയാ? അതെ അതൊക്കെ സത്യാമ്മ തീരുമാനിക്കട്ടെ എന്നാ എന്റെ ഒരു അഭിപ്രായം. ഇയാൾക്ക് ആരും മാറില്ല കേട്ടോ. ഇന്ന് ഈ ദിവസം ഈ കാര്യത്തിന് ഒരു തീരുമാനം ഉണ്ടാക്കുന്ന ഇയാൾ എന്നോട് പറഞ്ഞത്. അതിപ്പം സത്യാമ്മ തീരുമാനിക്കട്ടെ എന്നാ എന്റെ ഒരു. എടോ അമ്മ ആ കാര്യമൊക്കെ മറന്നുപോയെന്നാ എനിക്ക് തോന്നുന്നേ. എന്നാ ശരി, വിഷ്ണുട്ടൻ പോയി പറയും. ഞാൻ പറയാം. ശരി. ഇല്ല ഞാനേ
അതെ, അമ്മയുടെയും പ്രീതിയുടെയും മുന്നിൽ വെച്ച് പറയാൻ ലേശൊരു ചമ്മലുണ്ടല്ലേ? നോക്ക് വിഷ്ണുട്ടാ, എനിക്ക് ജോലിയുണ്ടേ, ചുമ്മാ. അതെ, ഇപ്പൊ എന്താ വേണ്ടേ? ഞാൻ പോയി പറയണം, അത്രയല്ലേ ഉള്ളൂ. ആഹാ, എന്നാ പറ. ആ, അതെ, വാവ എവിടെ? വാവ ഉറങ്ങി. അതെ, എന്താ സംഭവം? അമ്മ പറഞ്ഞിട്ട് ജോത്സ്യര് നിന്റെയും വിഷ്ണുവിന്റെയും ശാന്തി മുഹൂർത്തത്തിന്റെ സമയം നോക്കിക്കൊണ്ടിരിക്കുക. അമ്മ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ പറയും. അല്ല ഇരിക്കെ. വിഷ്ണു ഇവിടെ ഇരിക്കും. അല്ല, എനിക്ക് ഇവിടെ ഇരിക്കാനല്ലേ പറഞ്ഞത്? ഇതൊരു കഷ്ടം. ശാരദാമ്മയോട് പറയട്ടെ, തൊട്ടിലിന്റെ പണി തുടങ്ങിക്കോളാൻ. ഇയാൾ ആരാ ചാവടി തരത്തിന് മുഹൂർത്തം നോക്കുന്നേ? അത് വിഷ്ണു, കാര്യം കുറച്ച് കഷ്ടമാണ്. സുസ്മിതയുടെ കല്യാണം കഴിഞ്ഞ് വിഷ്ണുവിന്റെ ശാലിനിയുടെ ശാന്തി മുഹൂർത്തം എന്നല്ലേ സത്യാമ്മ പറഞ്ഞത്? ജോത്സ്യനുള്ളപ്പോ മുഹൂർത്തം കുറിക്കാന്നാ ഞാൻ വിചാരിച്ചത്. ഇതിപ്പോ എന്താ? അല്ല, സത്യാമ്മയ്ക്ക് വിഷ്ണുവിനെയും ശാലിനിയും പറ്റിയൊന്നും ഒരു ചിന്തയുമില്ല. സത്യാമ്മയ്ക്ക് എപ്പോഴും ബിസിനസിനെ പറ്റിയാ ചിന്ത. ഇതിപ്പോ എന്താ? സത്യാമ്മ വിഷ്ണുവിനെ വിജയവാഡയിലേക്ക് വിടാൻ പോവാ. ഏത് വാടയിലേക്ക്? വിജയവാഡയിലേക്ക്. അതെ വിഷ്ണു, ഇപ്പൊ തക്കാളിക്കാണെങ്കിൽ വില കൂടുതലല്ലേ? വിഷ്ണു അവിടെ ചെന്ന് തക്കാളി കൃഷി പഠിച്ചിട്ട് നമ്മുടെ കേരളത്തിൽ ഫാം തുടങ്ങാനാ സത്യാമ്മയുടെ പ്ലാൻ. അല്ല, ഈ വിജയവാഡ എന്ന് പറഞ്ഞ ആന്ധ്രയിലല്ലേ? കേരളത്തിലൊരു വിജയവാഡ ഉള്ളതായിട്ട് എനിക്ക് അറിഞ്ഞൂടാ. ഉടക്കിന്റെ പട്ടിയോ? വിഷ്ണു, നല്ല ബിസിനസ്സാ അത്. താഞ്ചല്ലോ പുല്ല്, ഞാനൊന്നും പോവില്ല. അതെ വിഷ്ണു, ഈ പുൽകൃഷിക്ക് വലിയ മാർക്കറ്റൊന്നുമില്ല. അതുകൊണ്ട് വിഷ്ണു വിജയവാഡയിലേക്ക് തിരിക്കാനുള്ള സമയം ഇപ്പൊ ജോത്സ്യം പറയും. ശ്രദ്ധിച്ചോ? ഇയാളുടെ നക്ഷത്രപ്രകാരം ഇന്ന് രാത്രി 10:55 തുടങ്ങി വയ്ക്കുന്ന കാര്യങ്ങൾ ശുഭകരമാവും. ധനധാന്യവും ഐശ്വര്യവും വർദ്ധിക്കും. അപ്പോ അങ്ങനെ തന്നെ തീരുമാനിക്കാം, അല്ല ശാലിനി?
എനിക്ക് സമ്മതമല്ല. വിഷ്ണുവേട്ടൻ ഇത് എന്ത് പറ്റി? എന്നോട് ആലോചിക്കാതാണ് എന്നെ സംബന്ധിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങൾ തീരുമാനിക്കണേ. വിഷ്ണുണ്ട് എന്താ ഈ പറയുന്നേ? പെണ്ണ നീ മിണ്ടരുത്. നിനക്ക് ഇതിനെ കുറിച്ചൊന്നും വലിയ അറിവില്ല, അതുകൊണ്ട് നീ മിണ്ടണ്ട. എന്തുവാടാ നീ എന്തുവാ പറയുന്നേ? എന്റെ അച്ഛാ, ഈ കൃഷിയൊന്നും എനിക്ക് പറ്റിയ പണിയല്ല. കൃഷിയാ? വിജയവാഡ. അപ്പോ ശരി തിരുമേനി. അല്ല തിരുമേനിയോട് അതെ. ഡാ. അല്ല അമ്മ, എനിക്ക് തിരുമേനിയോട് ഒരു കാര്യം നോക്കാണ്ടേ. തിരുമേനി ഞാൻ പറഞ്ഞ അനുസരിച്ചാ മതി. അല്ല അല്ല തിരുമേനി, ഒരു മിനിറ്റ്, ഒരു കാര്യം ഒന്ന് സംസാരിക്കാനാ. വിഷ്ണുട്ട എന്തോ കുഴപ്പമുണ്ടല്ലോ. പിള്ളേ ദക്ഷിണ കൊടുക്ക. ശരി സത്യാമ്മ, വന്നാട്ടെ. ആയിക്കോട്ടെ. അല്ല അല്ല നമ്പൂരി, വിഷ്ണുട്ട എന്റെ അമ്മ ഞാൻ പറയുന്നൊന്നും പോടാ. അവന്റെ ഒരു അഭിപ്രായം പറിച്ചില്ല. എന്താ ഇഷ്ടട്ടെ ഇത്? കഷ്ടം. എന്റെ അച്ഛ, അച്ഛനെങ്കിലും എന്നൊന്ന് മനസ്സിലാക്ക്. അമ്മോട് സംസാരിക്കും. എടാ, നിനക്കിപ്പോ എന്താ അത്ര അത്യാവശ്യമായിട്ട് അമ്മയോട് സംസാരിക്കാനുള്ളത്? അല്ല എന്താ പറ. എന്റെ ശാലയുടെ ശാന്തി മുഹൂർത്തത്തിന്റെ കാര്യം. എടാ പൊട്ടാ, എടാ അതിന്റെ സമയമല്ല ഇപ്പൊ കുറിച്ചത്. എടാ അതാണ് നീ ഇപ്പൊ വേണ്ടെന്ന് പറഞ്ഞത്. അല്ല അപ്പൊ വിജയവാഡയിലെ തക്കാളി കൃഷിയോ? തക്കാളി കൃഷി എന്നെ കൂടെ പറയണം, പൊക്കോണതും. അയ്യോ നീ വേറെ വക്കീല കണ്ടെത്തിക്കോ. അച്ഛന്റെ മരുമോനെ ഞാൻ കൊല്ലും. എനിക്കൊന്നും നോക്കാനില്ല. കുട്ടികളെ മാറിയിട്ടില്ല രണ്ടിന്റെ. പോണ്ടേ വിജയവാഡയിലേക്ക് പോണ്ടേ? തന്നെ വാ തിങ്കളാഴ്ച അതോ വെള്ളിയാഴ്ച പോണം? വക്കീല നിന്നോ, വക്കീല നിന്നോ. പോ വിഷ്ണു കളിയാ. തന്നെ എനിക്ക് കിട്ടണോ? ഓ ശരി. വിജയവാഡം എന്റെ ഈശ്വരൻ, ഞാൻ അവരെങ്ങനെ ഫേസ് ചെയ്യും? എന്താ രാഘവേട്ട, എന്തോ ഒരു ശബ്ദം കേട്ടത്? ഭാമ നീ അടുത്ത് വന്നേ. ഞാൻ അടുത്ത് വാ. എന്താ എല്ലാരും ഇങ്ങനെ ചിരിക്കുന്നേ? നീ വാ, കുട്ടികളെ കണ്ട. ഇനി അടുത്ത് വാ. ആണോ? പിന്നല്ലാതെ ഇവന്റെ ഒരു കാര്യം പോട്ടായി. അവന്റെ ഒരു കാര്യം ഞാനങ്ങ് പേടിച്ചു പോയി. ഇനി അവൻ കാരണം ശാല്യമോളുടെ ശാന്തി മുഹൂർത്തം മുടങ്ങുമെന്ന് കരുതി. എന്തുപറ്റി സുസ്മിത? അവളുടെ കാലിലെന്തോ തടഞ്ഞതാണെന്ന് തോന്നുന്നു. അല്ലേ സുസ്മിതേ? അതെ അതെ. ഞാൻ സഹായിക്കാം സത്യാമേ. മോളെ ചില്ലുണ്ട്, സൂക്ഷിച്ച്. മോളെ അവിടെ ഇരുന്നു.